ഹലോ ഗൈസ്. നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ അവസാനിപ്പിച്ച് വെച്ച ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കാര്യം, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമുക്ക് നമ്മുടെ കളിയിലേക്ക് കിടക്കാം. ആൻഡ് നമ്മൾ നേരത്തെ ഒരു കളി നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. നിങ്ങളെൻ്റെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് ഓൺ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വീഡിയോസ്. ആൻഡ് നമ്മൾ നേരത്തെ നിർത്തിയത് ക്വാർട്ടർ ഫൈനൽ നമ്മൾ ജയിച്ചതായിരുന്നു. ആൻഡ് ഇത് നമുക്ക് സെമി ഫൈനലാണ് തുർക്കിയായിട്ട്. അല്ലേ, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. സെമി ഫൈനൽ നമുക്ക് തുർക്കിയായിട്ടാണ്. നമുക്ക് കളിയിലേക്ക് തുടങ്ങാം. കളി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് പൊട്ടിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ആൻഡ് നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മെസ്സിയുടെയിലാണ് ഇപ്പോൾ ബോള്. നമുക്കൊരു പാസ് കൊടുത്ത് കളിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. പാസ് കൊടുത്ത് കളിക്കുമ്പോഴേ കണ്ടില്ലേ, നമ്മൾ പാസ് കൊടുത്ത് ലാഗ് അടുപ്പിക്കരുത്. ലാഗ് അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ പെടും. കാരണം ടൈം പോകും. ടൈം പോയി കഴിഞ്ഞാൽ പെനാൾട്ടി കയറാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അയ്യോ, okay guys, and it was a offside. ഞാൻ വിചാരിച്ചു പണി പോയിന്ന് ഗൈസ്. ആൻഡ് തക്ലിയാഫിക്കാണ്. ഇവന്മാരിങ്ങനെ മുന്നിൽ കയറുന്ന എങ്ങനെയാ? എടാ ഇത് ഭയങ്കര കഷ്ടാട്ടാ ഇങ്ങനെയുള്ള കളി. ഞാൻ ടാക്കിൾ ഒരിക്കലും ചെയ്യണില്ല ഇവർ. എന്നിട്ട് ഇങ്ങനെ ഓടിപ്പിക്കുക. കണ്ടില്ലേ, ഇതായിരിക്കും ടാക്കിൾ ചെയ്താലുള്ള അവസ്ഥ. ഞാൻ മനഃപൂർവ്വം ടാക്കിൾ ചെയ്യാത്ത കണ്ടില്ലേ, ഫൗള് കിട്ടും. ഇതേപോലെ എനിക്ക് ഫൗള് കിട്ടും. ആൻഡ് ഗൈസ്, നമ്മൾ ഗോളി അത് സേവ് ചെയ്യും, അതെനിക്കറിയാം. ഫ്രീ കിക്ക് എടുത്തിട്ട് അങ്ങനെ ഗോളാക്കില്ല ഓൺ ടാർഗറ്റ്. ആൻഡ് നമ്മുടെ അൽവാരസ് ഇവിടെയാണ് നിൽക്കുന്നത്. ആൻഡ് അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോളുള്ളത്. ആൻഡ് ഇപ്പം മൊളീനയ്ക്ക് കൊടുത്തിരിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഗോയിങ് ടു ബി എ ഗോൾ. നോ, യെസ് ഗായ്സ്, അൽമാദ ഒരു ഗോൾ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെമി ഫൈനലാണ്, ഫൈനലിലല്ല അടിച്ചേക്കുന്നത്. ഫൈനൽ അടിച്ചാലും കാര്യമൊന്നുമില്ല. ടൈം ഇഷ്ടം പോലെ എടുക്കാണ്. 33 ആയിട്ടുള്ള മിനിറ്റ്. ആൻഡ് മെസ്സിയിലേക്ക് ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്. മെസ്സി ഒരു അസിസ്റ്റ് കൊടുക്കോ? കൊടുത്തില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ആസ് എ കോർണർ. ഞാനാണ് അടിച്ചത്, പക്ഷെ അത് അവൻ്റെ മേത്ത് തട്ടി. ആൻഡ് ബൈസൈക്കിൾ ഫ്രം മെസ്സി. യെസ്, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഈ ബൈസൈക്കിൾ അടിക്കാൻ ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സി. ആൻഡ് ലാസ്റ്റ് 43 മിനിറ്റിൽ ഞാൻ അടിച്ചു ഗൈസ്. ഈ കടി. ആൻഡ് ഈ അടി ഞാൻ ഡെലിക്കേറ്റ് എന്തായിരിക്കാന്നറിയാം, ഈ റൊണാൾഡോ ഫാൻസിനാ. ബൈസൈക്കിൾ അടിക്കാൻ പറ്റാത്ത പെസിമൊണ്ണ എന്ന് പറയണ ഒരാൾക്കാരുണ്ട്. നിങ്ങൾ നിൽക്കുകയാണ്, ഗെയിമാണെന്നൊന്നും പറയണ്ട, നമ്മളെണ്ണ അടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അധികം കാര്യമില്ല. എല്ലാ റൊണാൾഡോ ഫാൻസ് അല്ല കേട്ടോ, ചില റൊണാൾഡോ ഫാൻസ് ഉണ്ട് കളി ആസ്വദിച്ച് ആരും ഒന്നും പറയാണ്ട് നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരുടെ അടുത്തല്ല ഞാൻ പറയുന്നത്. ചില മൊണ്ണകളുണ്ട്. നിന്നേടല്ല ഞാൻ പറഞ്ഞടാ, നീ സീനാന്ന് എനിക്കറിയാം, എൻ്റെ ഈ വീഡിയോ കാണാൻ നീ. ഓക്കെ, പക്ഷെ ചിലവന്മാരുണ്ട് ഗൈസ്, അവന്മാർ ഈ മെസ്സിയും നെയ്മറിനൊക്കെ കളിയാക്കണില്ലേ, ഇവരൊന്നും കണ്ടിട്ടില്ല. ഇവരുടെ ഒരു കാര്യം പോലും ഇല്ല ഇവരുടെ. അതായത് ഇവർ കളിക്കാനുണ്ട് ഒരു മടങ്ങ് കഴിവെങ്കിലുണ്ടാ ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക്. നിങ്ങൾ അതൊന്ന് കാണ്, എന്നിട്ട് നിങ്ങൾ ഓരോ കുറ്റവും കുറച്ചിലൊക്കെ പറയാറുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കും, നിങ്ങൾക്കുണ്ടാ അവരത്രയ്ക്ക് കഴിവും ഇതൊക്കെ ഒന്നുമില്ല. എന്നിട്ട് വെറുതെ കിടന്ന് അങ്ങോട്ട് പറയാ. ഗൈസ്, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ട് പറയുന്നതല്ല, നീ സൂപ്പറാന്ന് എനിക്കറിയാം. പക്ഷെ ചിലവന്മാരുണ്ട് ഗൈസ് അങ്ങനെ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സീനാണ്, അതെനിക്കറിയാം. പക്ഷെ എൻ്റെ വീഡിയോ കാണാത്ത നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതൊന്നും അവർക്കൊരു മാതൃകയാവട്ടെ. എല്ലാവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല.
ഈ പറഞ്ഞ റൊണാൾഡോയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ റൊണാൾഡോയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് ഗൈസ്. അത്ര ഉള്ള ഡിഫറൻസ്. അല്ല പാസ് സേവ് ആണ്. ആൻഡ് ഇറ്റ്സ് അഗൈൻ എ കോർണർ. ഈ കോർണർ ഞാൻ അതേപോലെ അടിക്കാൻ നോക്കണം. നോക്കി നോക്കാം. അയ്യോ വേണ്ട. ശരി, ഞാൻ മറന്നുപോയി ഗൈസ്. ഓഫ് ആവുന്നു. ഞാൻ കൊടുത്തു. പക്ഷെ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇതാവുന്നു. ഓക്കെ, നമുക്ക് ഇപ്പം 4 ആണല്ലേ. ഞാൻ അത് മറന്നുപോയി ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇനി കളിക്കണ ഹാഫ് ടൈമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇനി 4 അടിക്കണമെങ്കിൽ അവൻ ഞങ്ങളുടെ അർജൻറ്റീന വേണ്ടി വരും. ആൻഡ് മെസ്സി അഗെയിൻ. ഹാട്രിക് ഒക്കെ കഴിഞ്ഞു മെസ്സിയുടെ. ഓക്കെ, ഞാൻ പറയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മെസ്സി ആവുന്നു ഗൈസ്. സോ നമ്മുടെ ലോത്താറോ മാർട്ടീനസ് ഇറങ്ങിയിട്ടുണ്ട്. ലോത്താറോ മാർട്ടീനസ് എനിക്ക് ക്രോസ് ഇട്ടാൽ മതി, അധികം ടെൻഷൻ ഇല്ല. ലയണൽ മെസ്സി. ഞാൻ ക്രോസ് ഇട്ടില്ല, നേരെ അടിച്ചു. കാരണം എനിക്ക് ഓപ്പൺ ചാൻസ് ഉണ്ട് ഗൈസ്. അത് കാരണം ഞാൻ നേരെ അടിച്ചത്. ആൻഡ് ഡു ലൈക്ക് ഷെയർ. എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന പലവരും ചിലർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗൈസ്. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കതൊക്കെ ഒരു ഭയങ്കര ഒരു മോട്ടിഫിക്കേഷൻ ആവാം. ആൻഡ് ഇറ്റ്സ് എ ഗോൾ ബൈ ഗോൺസാലേസ്. ഓക്കെ ഗൈസ്, ഗോൺസാലേസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ആൻഡ് ഈ കളി നമ്മൾ ജയിച്ചു ഗൈസ്. 86ാമത്തെ മിനിറ്റ് 7 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് കളിക്കേണ്ട ആവശ്യമുണ്ടോ? ചവിട്ടിട്ട് ഗൈസ് തന്നെ. ആൻഡ് ഗൈസ്, നമ്മുടെ അർജൻറ്റീന ഫാൻസുകാർക്ക് ഒരു സാഡ് വാർത്തയുണ്ട്. നമ്മൾ ഒട്ടാമൻ്റി ഇല്ലേ, അവൻ വിരമിച്ചു. എല്ലാവരും ഇറങ്ങിയെന്ന് വിചാരിക്കുന്നു. ഒട്ടാമൻ്റി വിരമിച്ചു. ഞാൻ അവനെ ക്ലബ്ബുകളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ അന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. എനിക്ക് കറക്റ്റ് വീഡിയോ അറിയില്ല. ഓക്കെ, നമ്മൾ ജയിച്ചിരിക്കുന്നു. യെസ്, പ്ലെയർ ഓഫ് ദ മാച്ച് നമ്മുടെ മെസ്സി തന്നെയാണ്. ഇനിയുള്ള കളിയാണ് ഗൈസ്. കളി ആരുടെ കളിക്കാൻ പോകുന്നത്? കളി വരുന്നത് അർജൻറ്റീന വേഴ്സസ് ജർമ്മനി. ഇറ്റ്സ് എ ഫൈനൽ. നമുക്കറിയാലോ 2014 കളിയത്. ഇതേ ഒരു ഫൈനല് എൻ്റെ അർജൻറ്റീനയ്ക്ക് കപ്പ് നേടാൻ പറ്റാത്തൊരു ഫൈനലായിരുന്നു അത്. സോ ഞാൻ ഇത് ഫൈനലിൽ അർജൻറ്റീന ജയിപ്പിക്കണമെന്നുണ്ട് ഗൈസ്. ജയിപ്പിക്കണം പ്ലീസ്. നമ്മൾ പെനാൾട്ടി കിട്ടരുത്. അതിന് പെനാൾട്ടി കിട്ടിയാലും ജയിക്കണം ഗൈസ്. അത്രേ ഉള്ളൂ എനിക്ക്. സൂപ്പർ ആൾക്കാരൊക്കെ എൻ്റെ ആരുടെ ഫോർമേഷനിൽ ഗൈസ്. എനിക്ക് തോന്നണില്ല എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന്. ആൻഡ് നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, മെസ്സി ആൻഡ് വിത്ത് ഫെർണാണ്ടസ്. മൊളീന ഓടിക്കോ. ക്രോസ് ഇട്ടിട്ടുണ്ട്. ഒലിയർക്കാനാണ് അത്. അല്ല, ന്യൂ ഇയർ അല്ലേ. എൻ്റെ പൊന്നെ, എന്തിട്ട് സേവടാ. ആൻഡ് മെസ്സി ഇതാ ഒട്ടാമൻ്റിക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓഫായിരുന്നു ഗൈസ്. ഒട്ടാമൻ്റി അടിച്ചത് അവൻ്റെ കയ്യും കാലൊക്കെ പൊളിഞ്ഞുണ്ട്. ആൻഡ് ഒരു പാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡീപ്പോളിൻ്റെ വകൊരു കർവുണ്ടായിരുന്നു. അവൻ്റെ പ്ലെയർ അടുത്തുള്ള കാരണം ഞാൻ അവിടെ നിന്ന് ഷൂട്ട് അടിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ഷൂട്ട് അടിക്കില്ല ഗൈസ്. എനിക്കിഷ്ടമല്ല അവിടെ നിന്ന് ഷൂട്ട്. ഓക്കെ ഗൈസ്, ഷിറ്റ് ഗൈസ്. ആൻഡ് അവർക്ക് ജർമ്മനി സീനായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. അവാർട്ടസ്. ഓക്കെ, ആൻഡ് മെസ്സിയിലേക്കൊരു ത്രൂ ഡൗണുള്ള ചാൻസ്. ഞാൻ അവിടെ നിർത്തിയതായിരുന്നു ഗൈസ്. ബട്ട് എൻ്റെ ടീമേറ്റ് അത് കളിച്ചു കൊണ്ടുപോയി. ഓട്ടോയിലൊന്നും ആയിരുന്നില്ല ഗൈസ്, ഞാൻ കാറിലായിരുന്നു. ഓക്കെ, അതെനിക്കുള്ളതാണ്.
അയ്യോ അവിടെ നിർത്താൻ പാടില്ലായിരുന്നു. ഈ ബ്രൗൺ അറിയാലോ AC മിലാനിട്ട്. ഇപ്പം മാറിയിട്ടാ. റൊമേരോ and Tagliafico. ഓക്കെ, അൽവാരസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, അതും ഹാഫ് ടൈമിൻ്റെ ആ സമയത്ത്. ഓക്കെ, ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബെല്ലടിക്കും. യെസ്, ബെല്ലടിക്കും. ഇപ്പോൾ അടിക്കും ഗൈസ്, പറഞ്ഞില്ലേ. ആൻഡ് ഇനിയുള്ള കളിയാണ് ഗൈസ്. ഈ 45 മിനിറ്റ് ഈ 1-0 തന്നെ ആയാൽ മതിയായിരുന്നു. പക്ഷെ ചാൻസ് ഇല്ല ഗൈസ്. അവർ നല്ലോണം ഇനി കളിക്കും. കാരണം നമുക്ക് ലീഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. നമുക്കോ ഞാൻ തന്നെ അവന് വാസിട്ട് കൊടുത്തു. എന്തായാലും നമ്മൾ GK റഷ് ഇപ്പോൾ വേണ്ട. ആൻഡ് ഞാൻ തോന്നണം എനിക്ക് തോന്നണം നമുക്കിത് ഈ കളി മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടുപ്പിക്കണമെന്ന്. ഓക്കെ, അടുപ്പിച്ചു. എന്ത് സിമ്പിള് സാധനടാ അമ്മമാരൊക്കെ വിട്ട് കളയുന്നത്. എനിക്കറിഞ്ഞൂടാ ഇവന്മാരത് ഇങ്ങനെയെന്ന്. എടാ ഇത് എനിക്ക് മാത്രല്ലടാ, പല്ലവർക്കും ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ. എൻ്റെ പോലെ ഇങ്ങനെ പല്ലവരുണ്ട് ഗൈസ്. എനിക്ക് മനസ്സിലാവണല്ലേ. സീനാണ്. ലാഗ് അടിക്കണേ ഗൈസ്, ലാഗ് അടിക്കണേ. ഓക്കെ ഫെർണാണ്ടസ് അൽമാഡിലേക്ക് ഒരു പാസ് ആൻഡ് ഇറ്റ്സ് ബൈ. ഷിറ്റ് ഗൈസ്. 69ാമത്തെ മിനിറ്റ് ആയതുകൊണ്ട് ഗൈസ് 2-1 ഞാൻ ജയിക്കണം. എനിക്കിത് റിവെഞ്ച്. അന്ന് ജർമ്മൻ ഫാൻസ് 4ാമത്തെ വേൾഡ് കപ്പ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഗൈസ്. ആൻഡ് ഇറ്റ്സ് ഗോൾ. സീൻ ഗൈസ്, സീൻ ഗോള്. അൽമാഡ് പറഞ്ഞു. അത് ഭയങ്കര സീനായിരുന്നു. സോ താങ്ക് യു ഗോഡ്. കളി നമ്മൾ ജയിച്ചു. ഗൊൺസാലേസ് ആൻഡ് ഗൊൺസാലേസിൻ്റെ അടുത്ത ഗോൾ ഗൈസ്, അടുത്ത ഗോൾ. ഓക്കെ, 4-0. അന്ന് നമ്മൾ തോറ്റത് എത്രയായിരുന്നു? 7 അല്ല, ഇത് ബ്രസീലിന് വേണ്ടി ഞാൻ ഒരു പകരം കിട്ടുന്നുണ്ട്. 7-1 കഥ അറിയാലോ എല്ലാവർക്കും. പക്ഷെ എനിക്ക് ആ 7-1 ആക്കാൻ പറ്റില്ല ഗൈസ്. 6 അത് പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. എനിക്കറിയായിരുന്നു ഓഫാണ്. ഞാൻ എന്നാലും വെറുതെ ഒന്ന് അടിച്ചതാ. അത് പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. ഞങ്ങൾ കണ്ടതല്ലേ. മെസ്സി ഗോൾ ബൈ മെസ്സി 90ാമത്തെ മിനിറ്റിൽ ഗൈസ്. കളി കഴിഞ്ഞു. യെസ്, ആൻഡ് വേൾഡ് കപ്പ് വിന്നർ വാസ് അർജന്റീന. യെസ് ഗൈസ്, നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ വേൾഡ് കപ്പ് എടുത്തിരിക്കുന്നു ഗൈസ്. ടൂർണമെന്റ് അടിച്ചിരിക്കുന്നു ഗൈസ്. കപ്പ് ഇരിക്കുന്നത് മാർട്ടീനസ് മൊളീന ലിയാഫിഗോ ഗൈസ്. നമ്മളങ്ങനെ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിരിക്കുന്നു ഗൈസ്. ചാമ്പ്യൻസ്. ആൻഡ് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം മാത്രം, നന്ദി വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സപ്പോർട്ടിങ് മീ ലൈക്ക് ദാറ്റ്. സോ ഗൈസ്, പ്ലീസ് like, share, comment and do subscribe guys. Please guys, it's my ആഗ്രഹം. വാച്ച് അഗൈൻ. എന്തിന് കളി ജയിച്ചില്ലേ. ഓക്കെ, നമ്മൾ ചാമ്പ്യൻ എടുത്തിരിക്കുന്നു. നമ്മളാണ് ചാമ്പ്യൻ ആയിരിക്കുന്നത്. ഇനിയൊരു പ്ലേ വേണ്ട ഗൈസ്. ഇനിയൊരു പ്ലേ നമുക്ക് ആവശ്യമില്ല. ആൻഡ് എൻ്റെ സ്കോർ അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയ്ക്കുള്ളൂ. ഇതെൻ്റെ പുതിയ അക്കൗണ്ടാണ് ഗൈസ്. ഞാൻ 3 ദിവസമായിട്ടുള്ള കളിക്കാൻ തുടങ്ങിയിട്ട്. അതിനുള്ളതാണ് ഞാൻ 117 എത്തിച്ചത് 64-ൽ നിന്ന്. ആൻഡ് എനിക്ക് തോന്നുന്നു നമുക്ക് ബാഡ്ജ് ഉണ്ടാവുന്നു. അല്ല, അതിന് മുമ്പ് നമുക്ക് ബാഡ്ജ് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് ബാഡ്ജ് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. മറന്നുമില്ല. ഇതെവിടെയായിരുന്നു ചോദിച്ചാ? ഇവിടെ
ഓക്കെ ഉണ്ടോ വ്യൂ ഇല്ല ഹിസ്റ്ററി ആക്റ്റീവ് These are all the previous season badges. Okay, active all. Okay, active with our conversation unlocked now. So festive fixtures. നമുക്കൊരു ബാഡ്ജ് കിട്ടിയിട്ടുണ്ടെന്ന് ഗൈസ്. ഇല്ല ബാഡ്ജ് അല്ല കിട്ടിയേക്കുന്നത്. ഒരു മിനിറ്റ് ഗൈസ്. സോ നമ്മളെല്ലാവരും ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് അൺലോക്ക് ആൻഡ് ആനിവേഴ്സറി. So guys, എല്ലാവർക്കും bye and good afternoon. Okay guys, do like, share and subscribe. ആ subscribe button ഒന്ന് കുത്തി ഒന്ന് പൊട്ടിക്ക് guys. Okay, bye.